നാരായണ നാരായണ. ശിവം ശങ്കരം നമസ്തുഭ്യം. ദേവി നാരായണ നാരായണ. ദേവി ശ്രീശങ്കരൻ ആഗമനാകുന്നു. ഞാൻ വന്ന കാര്യം ദേവനോട് ഉണർത്തരുതേ. അടിയൻ വിട വാങ്ങുന്നു. നാരായണ 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 നാരായണ. ഓങ്കാരശക്തിയിലെ പരമശിവനാകുന്ന നാം ഇന്ന് ഏറ്റവും പുളകം കൊള്ളുന്നത് ദേവിയിലാണ്. മഞ്ഞുരുകുന്ന കൈലാസഭിത്തിക്ക് മുകളിലെ വിണ്ണ് ശ്യാമവർണമായ പന്തലാണ്. ഈ കതിർമണ്ഡപത്തിൽ ജ്വലിക്കുന്ന പൊൻവിളക്കിലെ ജ്യോതി എന്നും എന്റെ മണവാട്ടിയാണ്. അതാ നോക്ക്, സന്ധിയിൽ താമര മുകളമായത്, ഉരുകിയൊലിക്കേണ്ട ഹിമവ്യൂഹങ്ങൾ ധരിച്ചു നിൽക്കുന്നത് എല്ലാം മഹേശ്വരന്റെ ഭാമിനി പാർവതിയുടെ ഈ വദനം കണ്ടിട്ടാണ്. ദേവാ, ഇത് മണിയറയല്ല, താരകൾ പൂക്കുന്ന മലർവാടിയാണ്. മനസ്സിന്റെ മണിയറ. ഈ ലോകവും അസുരലോകവും എന്തിനേറെ ഭൂലോകവും മറയ്ക്കുന്ന ഇവിടെ ആരും കടന്നു വരാറില്ല. ദേവൻ ഭൂലോകത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ നാരദ മഹർഷി ഇവിടെ വന്ന കാര്യം ഓർത്തത്. ഓഹോ, എന്തിനാണ് അദ്ദേഹം ഇവിടെ വന്നത്? ഭൂമി എന്നത് വിണ്ണിനേക്കാൾ പുണ്യമാണ് പോലും. അവിടെയുള്ളവർ മനുഷ്യരാണെന്നും 1000 ജന്മം കൊണ്ടാണ് അവർ മനുഷ്യജന്മം നേടിയതെന്നും ആ നാരദ മഹർഷി പറഞ്ഞു. അപ്പോൾ മുതൽ ഭൂമിയിൽ ഒരു തീർത്ഥാടനം നടത്തണമെന്ന് എനിക്കൊരാഗ്രഹം. ദേവൻ. ദേവി, നിന്റെ ആഗ്രഹം നടപ്പുള്ളതല്ല. ദേവാ, സാധ്യമല്ല. എന്റെ ശക്തി അറിയാവുന്ന ദേവി തന്നെ പറയൂ, എനിക്കതിന്റെ ആവശ്യമില്ല. നമുക്ക് ഭൂമിയിൽ പോകേണ്ടതുണ്ടോ? തോന്നൽ മാത്രം. തോന്നലല്ല, ത്രിമൂർത്തികളിൽ ശക്തനായ നാം എളുതായി തോൽക്കാൻ പാടില്ല. അങ്ങ് ഇത്രത്തോളം വലുതാകുന്നത് ആർക്കു വേണ്ടിയാണ്? ആവശ്യമെന്ന് കണ്ടാൽ നിന്നെയും തോൽപ്പിക്കാം. അതിന് ഞാൻ വേണമെങ്കിൽ തോറ്റുതരാം. അതുകൊണ്ട് പാർവതിയുടെ കഥ അവസാനിക്കും. പിന്നെ മറ്റൊരു പാർവതിയായി അഹങ്കരിക്കാം. അതിന്റെ തുടക്കമല്ലേ ഈ ഭൂമിയാത്ര? അല്ല ദേവ, ആ നാരദ മഹർഷിയുടെ അഭിപ്രായം കഴിഞ്ഞ ദുരന്ത നാടകങ്ങളുടെ എല്ലാം ക്രൂരനായ വക്താവ് ആ നാരദ മുനിയാണ്. അല്ല, ക്ഷിപ്രകോപവും ക്ഷിപ്രപ്രസാദവും ഒരുപോലെയുള്ള അങ്ങക്ക് ആലോചനാശേഷി ഇല്ലാത്തതിന്റെ വിപത്തുകളല്ലേ വന്നിട്ടുള്ളൂ? പഞ്ചാക്ഷര മന്ത്രത്തിന്റെ മഹത്വം ഭാര്യയ്ക്ക് വേണ്ടി കാറ്റി പറത്താൻ മഹേശ്വരൻ ഒരു പെണ്ണിനടിമയല്ല. ഭൂമി വളരെ മനോഹരമാണ് ദേവ. ഭൂമിയിലെ ഇടുങ്ങിയ അതിരുകൾക്കുള്ളിൽ ഞെരിഞ്ഞമരാത്ത കുറെ കാവാലികരുണ്ട്. അവർ നന്മയേക്കാൾ തിന്മ ആചരിക്കുന്നു, മനമറിയാതെ വഞ്ചിക്കുന്നു. മായാവിയായ മാരാരിക്ക് പോലും ഈ ദുഷ്ടകീടങ്ങളെ ഭയമാണ്. ചിരിക്കാൻ തോന്നുന്നു. പാർവതി, ചർച്ച ചെയ്യാൻ മറ്റൊന്നുമില്ലെങ്കിൽ നിനക്കേകയായി ഭൂമിയിൽ അലയാണ്. ദേവ, എന്നെ മറന്നുപോയോ? ഹിമവാന്റെ പുത്രി പാർവതി ദേവിയാണ് തിരുമുമ്പിൽ നിൽക്കുന്നത്. പൂർവകാല സ്മരണകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. പോകൂ എന്റെ മുന്നിൽ നിന്ന്. 17 സംവത്സരം പാർവതിയുടെ പതിയായ പരമേശ്വരന്റെ പാദങ്ങൾ തഴുകാൻ ഇനിയും അനേകായിരം പതിവ്രത രത്നങ്ങൾ ഉണ്ടാകും. 17 സംവത്സരം പരമേശ്വരന്റെ പാദങ്ങൾ തഴുകിയ പാർവതി പ്രതികാരങ്ങളുടെ ക്രൂരമ്പേറ്റിട്ടും തളർന്നു വീഴാതെ എന്റെ ആഗ്രഹം ആകാംക്ഷയോടെ അറിയിച്ചപ്പോൾ, ദേവി, ആപത്തുകൾ ഏറുന്നത് ആഗ്രഹങ്ങൾ കാട് കയറുന്നത് കൊണ്ടാണ്. അത് മറക്കരുത്. ഒരു ഭാര്യയുടെ ആഗ്രഹം സ്വന്തം പതിയോടല്ലാതെ മറ്റാരോടാണ് പറയേണ്ടത്? ദേവി, ആഗ്രഹം ദേവിയുടേതെങ്കിലും അഭിപ്രായം നാരദന്റേതല്ല.